41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് ശബരിമലയിൽ മണ്ഡലപൂജ നടക്കാൻ പോകുകയാണ്. 10, 10-നും 11, 15-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് മണ്ഡലപൂജ നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് അങ്ങനെ പരിസമാപ്തിയാകുകയാണ്. സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളിയും അതുപോലെ തന്നെ എം മനോജും ചേരുകയാണ്. ആദ്യം മിഥുനിലേക്കാണ്. മിഥുൻ, അങ്ങനെ 41 ദിവസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ ദിനങ്ങൾക്ക് പരിസമാപ്തിയാകുകയാണ്. മണ്ഡലപൂജ അല്പസമയത്തിനകം ആരംഭിക്കുകയാണല്ലോ. ഗൗതം, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുകയാണ്. ഏറ്റവും ഭക്തി നിർഭരമായ അന്തരീക്ഷമാണ് സന്നിധാനത്ത്. സ്വാമി ശരണം, അയ്യപ്പ ശരണം വിളികൾ മാത്രം ഒഴുകുന്ന മണിക്കൂറുകൾ. ഇന്നലെ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയപ്പോൾ മുതൽ ഭക്തർ കാത്തു നിൽക്കുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്, ഈ ഒരു കാത്തിരിപ്പിന് വേണ്ടിയാണ്. മണ്ഡലപൂജ 41 ദിവസത്തെ ഭക്തരുടെ ആത്മസമർപ്പണത്തിന്റെ, അയ്യപ്പനെ മാത്രം മനസ്സിലും ശരീരത്തിലും വഹിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകൾ ശബരിമല ദർശനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തി വന്ന ഭക്തജന പ്രവാഹം ആ 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ഇന്ന് സമാപനമാകുന്നു. അതോടനുബന്ധിച്ച ഏറ്റവും മണ്ഡലപൂജ ഇനി ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ ആരംഭിക്കും. 9:30 നെയ്യഭിഷേകം പൂർത്തിയാക്കി, നേരത്തെ തന്നെ നെയ്യഭിഷേകം പൂർത്തിയാക്കി ഈ തങ്കയങ്കി ചാർത്തുന്നതിനുള്ള പൂജകളിലേക്കാണ് നടക്കുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ 10, 11:30 ഈ മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. മണ്ഡലപൂജയോട് അനുബന്ധിച്ചുള്ള ക്രമീകരണമെല്ലാം പൂർത്തിയാക്കി ഇനി ആ ചടങ്ങിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ശബരിമല സന്നിധാനം ഉള്ളത്. ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഭസ്മാഭിഷിക്തനായ അയ്യപ്പസ്വാമിക്ക് യോഗത്തണ്ടോടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനമാകുന്നു. ഇനി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി നട തുറക്കും. മനോജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, ഭക്തി നിർഭരമായ, വാക്കുകൾക്ക് അതീതമായ അന്തരീക്ഷമാണ് സന്നിധാനത്ത്. ശരണമന്ത്രമുഖരിതമായ അന്തരീക്ഷമാണ്. തങ്കയങ്കി ഘോഷയാത്ര ഇന്നലെ സന്നിധാനത്തെത്തിയപ്പോഴും തങ്കയങ്കി ചാർത്തി അയ്യപ്പസ്വാമിക്ക് ദീപാരാധന നടന്നപ്പോഴുമെല്ലാം വാക്കുകൾക്ക് അതീതമായ, ഭക്തി നിർഭരമായ, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങിലേക്ക് സന്നിധാനം കടക്കുകയാണ്. തീർച്ചയായും അതുതന്നെയാണ് ഇനി ഉള്ള നിമിഷങ്ങൾ. അതായത് 10:10 മണ്ഡല പൂജ ആരംഭിക്കുക. അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ തങ്കയങ്കി ഘോഷയാത്ര എത്തി. അതിനെ വരവേറ്റുകൊണ്ട് ആ തങ്കയങ്കി ചാർത്തിയ അയ്യനെ ദർശിക്കാൻ നിരവധി ഭക്തർ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും, വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് വേണം പറയാൻ. അതായത് ഈ മണ്ഡല പൂജ സമയത്ത് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ നിശ്ചിത അളവിലുള്ള ഭക്തജനങ്ങൾ മാത്രമാണ്. അതായത് ഇന്ന് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ അളവിലും കുറവ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്തിയിട്ടുള്ള ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഫ്ലൈ ഓവറിലൂടെ നടന്നു വരുന്ന ഭക്തരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ സോപാനത്തിനരികിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ മണ്ഡലപൂജയ്ക്ക് ആരംഭം കുറിക്കുകയാണ്. ഇതോടുകൂടി ഈ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശബരിമല നടയടയ്ക്കും. ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ ഇനി 2 ദിവസം കഴിഞ്ഞ ശേഷം 30 നട തുറക്കുന്നത് മകരവിളക്ക് മഹോത്സവത്തിനായാണ്. വലിയ തരത്തിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഈ മകരവിളക്ക് മഹോത്സവ ദിനങ്ങളിലും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയും ഒരുപാട് ഭക്തർ അങ്ങനെ വ്രതം നോറ്റിരിക്കുകയാണ് ശബരിമല അയ്യനെ ദർശിക്കുവാൻ വേണ്ടി. അവരൊക്കെ മലയാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ മകരവിളക്കിന് വരണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80,000-ന് മുകളിലാണ് എല്ലാ ദിവസവും ഒരു കണക്കുള്ളത്. അതോടൊപ്പം തന്നെ 1 ലക്ഷം കവിഞ്ഞും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ കാത്തിരിക്കുന്ന ദിനങ്ങളാണ് ഈ മണ്ഡലകാലവും മകരവിളക്ക് മഹോത്സവവും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരുപാട് ഭക്തർ ഇവിടേക്ക്, അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശികളടക്കം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇത്തവണ കാനനപാതയിലൂടെ വരെ കൂടുതൽ പേർ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം സാധാരണയായി ഈ മലയാളികളാണ് കൂടുതൽ കാനനപാതയിലൂടെ വരുന്നത്. എങ്കിൽ ഇത്തവണ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവർ ഈ കാനനപാത തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ശബരിമലയിലേക്ക് എത്താൻ. അത്തരത്തിൽ ആചാരപരമായി വളരെയധികം വ്രതം നോറ്റുകൊണ്ട് ആ ഒരു അനുഭവം കൂടെ വേണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഈ ശബരിമല കാനനപാതയിലൂടെ ഭക്തരെത്തിയത്. എന്തായാലും ഇവിടെ എത്തി അയ്യനെ തൊഴുത് സായുജ്യമടഞ്ഞ് മടങ്ങുന്ന ഓരോ ഭക്തരെയും നമുക്ക്
കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇനി ഈ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തരെ, അതായത് ഈ മണ്ഡലപൂജ അല്പസമയത്തിനകം തന്നെ തുടങ്ങാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ 10:08 ആയി. 10:10 തന്നെയാണ് ആരംഭിക്കുക. 11:15 വരെയുള്ള മുഹൂർത്തം, ഇതിൽ തന്നെയാണ് മണ്ഡലപൂജ. 11:30 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സമയത്ത് ഇവിടെ നിയന്ത്രണങ്ങളുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ശബരിമല സന്നിധാനം അങ്ങനെ ഭക്തിസാന്ദ്രമായി ശരണമന്ത്രം മുഖരിതമായി തുടരുകയാണ് ഗൗതം. ഓക്കെ മിഥുൻ, അതുപോലെ തന്നെ മനോജ്, രണ്ടുപേരും ആ സന്നിധാനത്ത് തന്നെ ഉണ്ട്. നമുക്ക് മണ്ഡലപൂജ തുടങ്ങുന്ന ഘട്ടത്തിൽ ശബരിമല സന്നിധാനത്തേക്ക് വീണ്ടും എത്താം.